ഇനി അതിനോട് ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ അതേ മെത്തഡോളജി ഫോളോ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മെർജ് സോർട്ട്. മെർജ് സോർട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു അൽഗോരിതമാണ്. അപ്പോൾ മെർജ് സോർട്ടിൽ നമ്മൾ ചെയ്യുന്നതും ഡിവൈഡ് ആൻഡ് കോൺകർ ആണ് അല്ലേ. ഇതിനകത്ത് അറിയാം മെർജ് സോർട്ട് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് എ സോർട്ടിംഗ് അൽഗോരിതം. ഓക്കെ, സോർട്ടിംഗ് അൽഗോരിതം എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്? അടുത്ത എലിമെൻറ്റും കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ബേസിക്കലി 2 ഓപ്പറേഷൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ നമ്മളുടെ അറേനെ സബ് അറേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഒരു വലിയ അറേനെ എനിക്ക് ഏറ്റവും ചെറിയ എലമെൻ്റ് ആക്കി എത്രമാത്രമോ മാറ്റാൻ പറ്റും അത്രമാത്രം ഞാൻ ഡിവൈഡ് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സബ് എലമെൻസിനെ എല്ലാം കൂടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? സോർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ആദ്യം എൻ്റെ ഉള്ള 2 എലമെൻസിനെ ഞാൻ സോർട്ട് ചെയ്യും, പിന്നെ അടുത്ത 4 എലമെൻസിനെ സോർട്ട് ചെയ്യും, പിന്നെ 8, അങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്നായിട്ട് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മെർജ് സോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യമേ അറേനെ നമ്മൾ ഡിവൈഡ് ചെയ്യും ഇൻറ്റു സബ് അറേസ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ അവരെ ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ റിക്കേഴ്സീവ്ലി സോർട്ട് ചെയ്യും. അപ്പോൾ സോർട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഗെയിൻ അവരൊരു വലിയ അറയായിട്ട് എങ്ങനെയാണ് കിട്ടിയത് അത്രയും ആ ഒരു വലിയ അറയായിട്ട് തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെർജ് സോർട്ടിൻ്റെ അൽഗോരിതത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറയുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 5 എലമെൻറ്റ്സ് 1, 2, 5, 3 and 4 ഈ 5 എലമെൻറ്റ്സ് നമുക്ക് കിട്ടുന്ന ഒരു അറയാണെന്ന് വിചാരിക്കുക. ഈ അറയുടെ പേര് എ ആണെന്ന് വിചാരിക്കുക. ഈ അറേക്ക് ഇപ്പം ഈ തന്നേക്കുന്ന അറേക്ക് ഒരു ലോവർ ബോണ്ടും ഒരു അപ്പർ ബോണ്ടും ഉണ്ട്. ലോവർ ബോണ്ട് എന്ന് പറയുന്നത് ആ അറയുടെ തുടക്കമുള്ള എലമെൻറ്റിൻ്റെ നമ്പറാണ്. ഇതാണ് എൻ്റെ ലോവർ ബോണ്ട്. ഈ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന എലമെൻ്റാണ് എൻ്റെ അപ്പർ ബോണ്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലോവർ ബോണ്ടും അപ്പർ ബോണ്ടും അപ്പം നമ്മൾ യൂഷ്വലി അറേസ് നമ്പർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്പർ ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ബി 0, 1, 2, 3 and 4. ഓക്കെ, ഇങ്ങനെ ഞാൻ ചെയ്തു. ഇനി മെർജ് സോർട്ടിന് ഞാൻ ഒരു അറേനെ ഞാൻ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സബ് അറേയായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ നടുവേ വെച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. സോ വി നീഡ് ടു ഫൈൻഡ് ദി മിഡ് എലമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ദ ഫസ്റ്റ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ദ ലാസ്റ്റ് എലമെൻറ്റ് ഇറ്റ്സ് എ നമ്പർ കേട്ടോ, ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് ദ ലാസ്റ്റ് എലമെൻറ്റ് ഡിവൈഡ് ബൈ 2, അതായത് 0 + 4/2. അപ്പം എൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആണ് എൻ്റെ മിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു അറേ കിട്ടി, അതിൻ്റെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് മിഡ് എലമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഈ ഒരു അറേനെ ഡിവൈഡ് ചെയ്യുവാണ്. എങ്ങനെയാണ്? വീണ്ടും ഞാനിതിനെ മെർജ് സോർട്ട് കോൾ ചെയ്യുവാണ്, വിച്ച് മീൻസ് ദാറ്റ് ദിസ് അറേ ഇസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു അപ് ടു മൈ മിഡ്. അതായത് 1, 2 and 5 ആയിട്ട് എനിക്കിവിടെ ഡിവൈഡ് ചെയ്തു. എഗെയിൻ ഇവിടെ 3ഉം 4ഉമായിട്ട് അതായത് മിഡ് പ്ലസ് 1, എൻ്റെ മിഡ് പ്ലസ് 1 എന്ന് പറയുന്നത് 2 + 1 3 ആണ്. അപ്പോൾ മിഡും അപ്പർ ബോണ്ടുമായിട്ട് അടുത്ത ഒരു 2 അറയായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അവർ മേർജ് എന്ന് പറഞ്ഞൊരു കോള് വിളിക്കുന്നുണ്ട്. മേർജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേനെ മാക്സിമം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ സോർട്ടിങ് ചെയ്യാനായിട്ടാണ്. അത് നമുക്ക് മേർജ് എന്നുള്ള അൽഗോരിതം നമുക്ക് അടുത്ത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. മേർജ് എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, മേർജ് എന്ന് പറഞ്ഞ അൽഗോരിതം കിടപ്പുണ്ട്, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു അറേയിൽ വീണ്ടും നമ്മൾ മേർജ് സോർട്ട് വിളിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് അൽഗോരിതത്തിന് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എൻ്റെ അപ്പർ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? മിഡാണ്, 2 ആണ്. ലോവർ ബോണ്ട് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഇവിടെ എൻ്റെ അപ്പർ ബോണ്ട് 3 ആണ്, ലോവർ ബോണ്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഞാൻ ഈ ഒരു അറേ തൽക്കാലത്തിന് എടുക്കുവാണ്. ഈ ഒരു അറേയിൽ എഗെയിൻ ഞാൻ എൻ്റെ മിഡ് എലമെൻ്റ് എന്താണ്? ഇതാണ് ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്നതാണ് എൻ്റെ മിഡ് എലമെൻറ്റ്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതിനെ ഞാൻ എഗെയിൻ 2 അറയായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 1, 2 പിന്നെ ഞാൻ 5 ആയിട്ടും ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, പിന്നെ എഗെയിൻ എനിക്കൊരു മേർജ് കോളും കൂടെ ഇവിടെ കിടപ്പുണ്ട്. ബേസിക്കലി മേർജ് നമ്മൾ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എഗെയിൻ കാരണം വെച്ചാൽ എല്ലാ മേർജ് സോർട്ടും കഴിഞ്ഞ് അവസാനമാണ് മേർജ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് മേർജ് സോർട്ട് ഇനി ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് അപ്പോഴേ നമ്മൾ മേർജ് കോൾ എടുക്കത്തുള്ളൂ. എഗെയിൻ ഇനി അടുത്ത നമുക്ക് ഈ ഒരു അറേ അപ്പം എഗെയിൻ നമുക്ക് മേർജ് സോർട്ട് വിളിച്ചല്ലേ, ഇവിടെ എഗെയിൻ മേർജ് സോർട്ട് വരുന്നുണ്ട്. അപ്പം ഇൻഡിവിജ്വൽ എലമെൻ്റ് ആണ് നമ്മുടെ ലീസ്റ്റ് എലമെൻറ്റ്, അതിലിനി നമ്മളൊന്നും പണിയത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു അറേ എഗെയിൻ നമുക്ക് മേർജ് സോർട്ട് കോൾ ചെയ്യാനായിട്ടുള്ള ഈ ഒരു അറേയിൽ 0ഉം 1ഉം ആണ് എലമെൻറ്റ്സ് ഉള്ളത്. നമ്മൾ മേർജ് സോർട്ട് കോൾ ചെയ്യുമ്പം എന്താണ് 1 എന്നും വരും
2 എന്നും വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ അറേയുടെ ലെഫ്റ്റ് സൈഡ് ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിവിടെയും ഒരു മേർജ് കോൾ കിടപ്പുണ്ട്. ഇനി എന്താണ് ഈ മേർജ് കോൾ? നമുക്ക് 3 മേർജ് കോളാണ് ഇപ്പം കിടക്കുന്നത് അല്ലേ. നമുക്ക് എന്താണ് ഈ മേർജ് കോൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതെന്താണ്? മേർജ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ അറേ എടുക്കുവാണ്. ഈ അറയ്ക്കകത്തോട്ട് നമുക്കുള്ള ഈ ഇൻഡിവിജ്വൽ എലമെൻസിനെ ഞാൻ സോർട്ട് ചെയ്ത് കയറ്റുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എലമെൻറ്റ് ലീസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മേർജ് സോർട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബൗണ്ട് ഇവിടെ 0യും ഇവിടെ മിഡ് എന്ന് പറയുന്നത് mid+1 ആണ് നമ്മളുടെ അപ്പർ ബൗണ്ട് വരുന്നത്. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു മെർജ് കോൾ കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ സോർട്ടിങ് ദി വാല്യൂസ്. അപ്പം ഇത് ചെറിയ അറേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളുടെ വലിയ അറേ വരുമ്പോഴത്തേനും ഞാനത് അൽഗോരിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ 1ഉം 2ഉം നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1ഉം 2 ആയിട്ടാണ്, നോ ചേഞ്ച്. ഇനി അടുത്തത് നമുക്കിവിടെ ഒരു മെർജ് കോൾ കിടപ്പുണ്ടല്ലേ, ഇവിടെ ഒരു മെർജ് കോൾ കിടപ്പുണ്ട്. അപ്പം ഇവിടെ എനിക്ക് സോർട്ടഡ് അറേ ആണ്. ഇഗെയിൻ ഈ എലമെൻ്റ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 1ഉം 2ഉം 5ഉം കൂടി ഞാൻ കമ്പയർ ചെയ്യുമ്പം 5നെ ഞാനിവിടെ അഡീഷനായിട്ട് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മെർജ് കോൾ കഴിഞ്ഞു, ഈ മെർജ് കോൾ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്കുള്ളത് 3ഉം 4ഉമാണ്. ഈ 3ഉം 4ലും എഗെയിൻ മെർജ് സോർട്ട് നമ്മൾ കോൾ ചെയ്യുന്നു. മെർജ് സോർട്ട് കോൾ ചെയ്യുമ്പം 3ഉം 4ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് 2 എലമെൻറ്റ്സ് ആണ്. എഗെയിൻ ഇവിടെ നമുക്കൊരു മെർജ് കോളും കൂടെ വരും സോർട്ട് ചെയ്യുമ്പോഴത്തേനും. അപ്പം ഇവരെ ഞാൻ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും ഐ ഗെറ്റ് അനദർ അറേ 3 and 4. ഇവർ രണ്ടും ഇൻഡിവിജ്വലി സോർട്ടഡ് ആണ്, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു പുതിയ അറേ എടുക്കുവാണ്. ഓക്കെ, ഞാനൊരു പുതിയ അറേ എടുക്കുവാണ്. ഇതിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് എലമെൻറ്റ് ഐ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഫസ്റ്റ് അറേനെ പോയിന്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ഐ. സെക്കൻഡ് അറേനെ പോയിന്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ജെ. അതിപ്പോൾ ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തില്ല, അതൊക്കെ സെയിം ഈ മെർജിൻ്റെ സെയിം കാര്യമാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കെ എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ഫസ്റ്റ് അറേ പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബേസിക്കലി ഈ പുതിയ അറേ, ഈ താഴെ നമ്മളെടുത്ത പുതിയ അറേ എന്ന് പറയുന്ന അറേയുടെ പേര് ബി ആണ്. ഓക്കെ, ഇതിൻ്റെ പോയിന്ററാണ് കെ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളപ്പം ഐ വിത്ത് റെസ്പെക്ട് ടു കെ ആയിരിക്കും നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മേർജിൻ്റെ ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ എന്താണ് ഫസ്റ്റ് അറേ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലത്തെ അറേനെ പോയിന്റ് ചെയ്യുന്നു. ജെ എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലത്തെ അറേനെ പോയിന്റ് ചെയ്യുന്നു. കെ എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂ അറേനെ പോയിന്റ് ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? വൈൽ ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണല്ലോ അല്ലേ. നമ്മളുടെ മിഡിനേക്കാളും, മിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ 2 ആയിരുന്നു അല്ലേ ഇൻഡെക്സ്. മിഡിനേക്കാളും ലെസ് ആണ്. ആൻഡ് ജെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് ആണല്ലോ. ജെ എന്ന് പറഞ്ഞ mid+1 കിടക്കുന്നത്. അങ്ങനെയാണ് എന്താണ് ചെയ്യുന്നത്? എ ഓഫ് ഐയും എ ഓഫ് ജെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഇതിൽ ആരാണ് ലെസ്സർ എന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പം എ ഓഫ് ഐ ആണ് ലെസ്സർ അല്ലേ. എ ഓഫ് ഐ ആണിത്. അപ്പോൾ എ ഓഫ് ഐ ആണ് ലെസ്സർ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ബി ഓഫ് കെയിൽ, ഇപ്പോൾ കെ ഫസ്റ്റ് എലമെൻറ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, അവിടെ നമ്മളുടെ ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഐ പ്ലസ് പ്ലസ് വിച്ച് മീൻസ് ദാറ്റ് മൈ ഐ ഇസ് ബി ഇൻക്രിമെൻറ്റഡ് ടു ദ നെക്സ്റ്റ് എലമെൻറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ എൽസ് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു സാധനം കൂടെ ഉണ്ടല്ലേ, കെ പ്ലസ് പ്ലസ്. സോ മൈ കെ ഈസ് ഓൾസോ മൂവിങ് ടു ദ നെക്സ്റ്റ് എലമെൻറ്റ്. ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത്? അടുത്തത് വീണ്ടും ഇഫ് അല്ലേ, വൈൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോളം ഈ ഒരു ഇഫ് എൽസ് ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. 2ഉം 3ഉം വെച്ച് കമ്പയർ ചെയ്ത് ആരാണ് ലെസ്? 2 ആണ് ലെസ് അല്ലേ. അപ്പോൾ 2നെ ഞാൻ എൻ്റെ ന്യൂ അറേയിലോട്ട് പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ആം ഇൻക്രിമെൻറ്റിങ് മൈ ഐ ആസ് വെൽ ആസ് മൈ കെ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എഗെയിൻ നമ്മളപ്പം ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണ്, യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് ആണ്. ഐയും ജെയും കൂടെ എലമെൻറ്റ്സ് കമ്പയർ ചെയ്യുവാണ് അല്ലേ. എ ഓഫ് ഐ ഇസ് നോട്ട് ലെസ് ദാൻ എ ഓഫ് ജെ, അതായത് 5 ഇസ് നോട്ട് ലെസ് ദാൻ 3. 3 ആണ് 5നേക്കാൾ ലെസ്. അപ്പം നമ്മളുടെ എൽസ് കണ്ടീഷൻ വരും. അതായത് എൻ്റെ ബി ഓഫ് കെയിൽ എ ഓഫ് ജെ കയറും. പിടി കിട്ടിയോ? 3 കയറും. ഓക്കെ, എന്നിട്ട് എന്താണ്? എൻ്റെ ജെനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യും. ആൻഡ് മൈ കെ വിൽ ഓൾസോ ബി ഇൻക്രിമെൻറ്റ്. ഓക്കെ, ജെയും കെയും ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? എഗെയിൻ നമ്മളുടെ ഐ എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡും ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബോണ്ടുമാണ്. ഇനി അടുത്ത എന്താണ്? നമ്മൾ 4ഉം 5ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേനും 4 ആണ് ലെസ്. അപ്പം എൽസ് കണ്ടീഷനാണ്. 4 ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഐ ആം ഇൻക്രിമെൻറ്റിങ് മൈ ജെ.
ജെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു, വിച്ച് മീൻസ് ദാറ്റ് മൈ ജെ വിൽ ബി എന്താണ് 2 3 4 5 ആയിരിക്കും. എൻ്റെ ജെ വിൽ ബി 5, മൈ കെ വിൽ ബി ഹിയർ. ഓക്കെ, ഇതാണ് എൻ്റെ കെയുടെ വാല്യൂ. ഓക്കെ, ഇനി ഇപ്പം അടുത്ത് നമ്മൾ നോക്കിക്കേ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ്, അത് കറക്റ്റാണ്. ആൻഡ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബോണ്ട് ആണോ? അല്ല, നമ്മളുടെ അപ്പർ ബോണ്ട് എന്ന് പറയുന്നത് 4 ആയിരുന്നു അല്ലേ, 4ലും കൂടുതലായി ജെ. അപ്പം ആ ഒരു വൈൽ ലൂപ്പ് ബ്രേക്ക് ചെയ്തു. ഇനി ഐ ഗ്രേറ്റർ ദാൻ മിഡ് ആണോ? ഐ ഗ്രേറ്റർ ദാൻ മിഡ് അല്ല, ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു മിഡ് ആണ് അല്ലേ. ഐ എന്ന് പറയുന്നത് നമ്മളുടെ 2 ഈക്വൽ ടു ആണ്, അപ്പം അതല്ല. അല്ലാത്ത കേസിൽ എന്താണ്? വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ്, ബി ഓഫ് കെ ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ. അതായത് നമ്മളിപ്പം എലമെൻസിനെ എല്ലാം സോർട്ട് ചെയ്തു. അപ്പോൾ ഏതോ ഒരു അറയ്ക്ക് എക്സ്ട്രാ എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫില്ലിൻ ചെയ്ത് തീർക്കുകയാണ്. അതായത് ഈ 5 അവസാനം നമ്മളിവിടെ കയറ്റും. ഓക്കെ, സോ വിച്ച് മീൻസ് ദെൻ വി ആർ ഇൻക്രിമെൻറ്റിങ് മൈ ഐ ആൻഡ് കെ. അപ്പം എൻ്റെ ഐ എന്താവും? ഐ എന്ന് പറയുന്നത് 3 ആവും, കെ എന്ന് പറയുന്നത് എന്താവും? 5 ആവും. അപ്പോൾ ഇനി അടുത്ത വൈൽ കണ്ടീഷൻ നോക്കിക്കേ, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണോ? അല്ല. നോക്കിക്കേ, എല്ലാ എലമെൻറ്റ്സും നമ്മൾ മേർജ് ചെയ്തില്ലേ? ചെയ്തു. അങ്ങനെയാണ് നമ്മൾ മേർജ് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇനീഷ്യലി ചെയ്യുന്നത്? നമ്മൾ അറേനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ എലമെൻറ്റ്സ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കമ്പൈൻ ചെയ്തില്ല, ഇവിടെയൊക്കെ നമ്മൾ സോർട്ട് ചെയ്തില്ല, അവിടെയും ഈ ഒരു ഇപ്പം നമ്മൾ ഈ വലിയ അറയിൽ എടുത്ത അൽഗോരിതം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ മേർജ് സോർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ് മേർജ് സോർട്ട് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്താൽ മതി. ആദ്യമേ ഒരു അറേ കിട്ടുന്നു, ആദ്യമേ അതിനെ കഷ്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻഡ് ഓരോ ലെവലിലും നമ്മൾ അവരെ മെർജ് ചെയ്യുന്നു. ഓക്കെ, കഷ്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അവരെ കമ്പൈൻ ചെയ്യുവാണ് ഓരോ ലെവലിലും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും രണ്ട് അറയുടെ ഫസ്റ്റ് എലമെൻസിനെ കമ്പയർ ചെയ്യുക, ആരാണ് ചെറുത് അവരെ എൻ്റെ വലിയ അറയിലോട്ട് കയറ്റുക. പിന്നെ ഏതെങ്കിലും അറയിൽ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ഇതിനകത്തോട്ട് കയറ്റുക. അങ്ങനെ നമ്മുടെ ഫൈനൽ അറേ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഓൾറെഡി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, എന്നാലും നമുക്കൊന്നുകൂടി ഒരു എക്സാമ്പിളും കൂടി ഒന്ന് ചെയ്ത് നോക്കാം മേർജ് സോർട്ടിന്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു അറയുണ്ട് അല്ലേ. ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മളുടെ അൽഗോരിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം, അപ്പർ ബോണ്ട് കണ്ടുപിടിക്കണം, ആൻഡ് ഫൈൻഡ് ഔട്ട് ദി മിഡ്. So my mid is equal to lower bound plus upper bound divided by 2, that is nothing but 0 plus 8 by 2, that is 4. അപ്പം ഇതാണ് എൻ്റെ മിഡ് എലമെൻറ്റ് വരുന്നത്. ഇനി ഞാൻ ഫസ്റ്റ് ടൈം കോളിംഗ് ദി മേർജ് സോർട്ട് അൽഗോറിതം. ഓക്കെ, അപ്പം മേർജ് സോർട്ട് അൽഗോറിതം വിളിക്കുമ്പോഴത്തേനും വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡു? ഫസ്റ്റ് തിങ് മിഡ് ഞാൻ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഐ ആം ഡൂയിങ് ദ മേർജ് സോർട്ട് ഓൺ. മേർജ് സോർട്ട് ആരിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്? ഐ ആം ഡൂയിങ് ദി മേർജ് സോർട്ട് ഓൺ 0 to 4. I am doing the merge sort on mid plus 1, 5, merge sort on 5, 8. അത് കഴിഞ്ഞിട്ട് എനിക്ക് മേർജ് ഓപ്പറേഷൻ വരുന്നത് ആരുമായിട്ടാണ്? മേർജ് ഓപ്പറേഷൻ ആരൊക്കെയാണ് എനിക്ക് ഇൻപുട്ട് വേണ്ടത്? ലോവർ ബോണ്ട്, മിഡ് ആൻഡ് അപ്പർ ബോണ്ട് അല്ലേ. അപ്പം ലോവർ ബോണ്ട് 0, മിഡ് ഇസ് 4, അപ്പർ ബോണ്ട് ഇസ് 8. ഓക്കെ, ഇനി ഇവിടെ എഗെയിൻ നമുക്ക് മേർജ് സോർട്ട് കോൾ ചെയ്തു. ഞാനിവിടെ മേർജ് സോർട്ട് ചെയ്യുവാണ്. സോ എൻ്റെ മേർജ് സോർട്ടിൽ ഇവിടെ ഈ ഒരു അറയാണ് 0 to 4 എഗെയിൻ മിഡ് എലമെൻ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 ആണ് എൻ്റെ മിഡ് എലമെൻറ്റ്. അപ്പോൾ 0 to 2 ഞാനൊരു മേർജ് സോർട്ട് ചെയ്യും. മേർജ് സോർട്ട് അടുത്തത് ഏതാണ്? 3, 4 നമ്മൾ ചെയ്യും. ആൻഡ് മെർജ് 0, 2, 4. എഗെയിൻ നമുക്കിവിടെ മേർജ് സോർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് എങ്ങനെ മേർജ് സോർട്ട് ചെയ്യുന്നത്? മേർജ് സോർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് 0, 1 ചെയ്യാം. ഇവിടെ മേർജ് സോർട്ട് നമുക്ക് ചെയ്യുന്നത് 1, 2 ചെയ്യാം. എഗെയിൻ മെർജ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണ് ചെയ്യുന്നത്? മെർജ് അല്ലേ. മെർജ് ചെയ്യുമ്പോഴത്തേനും 0, 1 ആൻഡ് 2. അപ്പം ഇത് ഞാൻ ഒരു ലൈൻ ഞാൻ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? മേർജ് സോർട്ട് 3, 4. 3, 4. Merge of 3, then merge sort of 4. ഇവിടെ again വരുമ്പോഴത്തേനും മെർജ് എന്താണ് 3, മിഡ് എലമെൻ്റ് ഇല്ലല്ലോ, അപ്പോഴത്തേനും നമുക്കതിങ്ങനെ തന്നെ വിടാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ വരിയിലും നമുക്ക് മേർജ് സോർട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇതിങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ഓൾറെഡി ആൽഗോരിതം വെച്ചിട്ട് ചെയ്താണ്. നമുക്ക് ഈ അറേ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ അറേ എവിടെയാണ്? നമ്മുടെ അറേ ഇതാണുള്ളത്, നമ്മുടെ വലിയ അറയാണ് കേട്ടോ. 15, 5, 24, 8, 1, 3, 16, 10 ആൻഡ്
20. First, what are we doing? We are splitting the array. That is the first step. We are splitting the array by our mid element. Lower bound, upper bound, and this is my mid element. Okay? അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ് in such a way that I have my new array with 15, 5, 24, 8 and 1. That is my lower bound to mid. And ഇത് പുതിയൊരു array. Again, it will be 3, 16, 10 and 20, which is my mid plus 1 and upper bound. ഇത്രയും പിടി കിട്ടിയല്ലോ. ഈ ലെവലിൽ നമുക്കൊരു merge കൂടെ ചെയ്യണം. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. ഇതാണ് എൻ്റെ ന്യൂ മിഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ന്യൂ മിഡ്. ഇവിടെ എൻ്റെ മിഡ് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഇതിപ്പം 0 1 2 3 4 0 1 2 3 4 5 6 7 8. അപ്പം 8 + 5 ÷ 2 എന്ന് പറയുമ്പോഴത്തേനും എത്രയാണ് വരുന്നത്? 12 13/2 വരും. സംവെയർ 6 വരും. 6 വിചാരിക്കുക. അപ്പം ദിസ് ഇസ് മൈ മിഡ്. പിടി കിട്ടിയോ? അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അപ്പം ഹിയർ, അപ്പം ഇതാണ് എൻ്റെ ന്യൂ മിഡ്. ഓക്കെ, ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും ഹൗ ഇറ്റ് ഈസ് 15, 5 and 24. ഇവിടെ എഗെയിൻ മിഡ് പ്ലസ് 1 മുതലാണ് അടുത്ത array അല്ലേ? 8ഉം 1ഉം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 3ഉം 16ഉമായിട്ടാണ്. എഗെയിൻ ഇവിടെ അടുത്ത എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? മിഡ് പ്ലസ് 1 ആൻഡ് അപ്പർ ബൗണ്ട്, ദാറ്റ് ഇസ് 10 and 20. ഇനി ഇവിടെ എഗെയിൻ, അപ്പോൾ ഇവിടെ ഒരു മെർജ് ഇതുണ്ട്, ഒരു മെർജ് ആൽഗോരിതം നമുക്ക് കിടപ്പുണ്ട്. ഇനി ഇവിടെ ഇനി അടുത്ത എന്താണ്? എഗെയിൻ നമ്മൾ മെർജ് സോർട്ട് വിളിക്കുകയാണ് അല്ലേ? ഇവിടെ നമ്മളുടെ മിഡ് എലമെൻറ്റ് ഇതാണ്. സോ 15, 5, പിന്നെ ഇത് 24 ആയിട്ട് വരും. ഇത് 8ഉം 1ഉമായിട്ട് വരും, ഇൻഡിവിജ്വലായിട്ട് വരും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 3ഉം 16ഉമായിട്ട് വരും. ഇവിടെ നമുക്ക് 10ഉം 20 ആയിട്ട് വരും. ഓക്കെ, എന്തുകൊണ്ടെന്ന് മെർജ് സോർട്ട് അൽഗോരിതമാണ് നമ്മളിവിടെ വിളിക്കുന്നത്. ഇവിടെ അഗെയിൻ മെർജ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെയും മേളിൽ മെർജ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഇനി ഇവിടെ അഗെയിൻ നമുക്കതൊരു ലോവസ്റ്റ് എലമെൻ്റ് അല്ല, ഇതിനെ എനിക്ക് പിന്നെ മെർജ് സോർട്ട് വിളിക്കാം. സോ ഐ വിൽ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 15 and 5. ഇവിടെ അഗെയിൻ നമുക്കൊരു മെർജ് അൽഗോരിതം കിടപ്പുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളൊരു പുതിയ അറേ എടുത്തു. ഓക്കെ, പുതിയ അറേ എടുത്തിട്ട് ഇവിടെ എൻ്റെ ഐയും, ഇവിടെ എൻ്റെ ഐയും, ഇവിടെ എൻ്റെ ജെയും, ഇവിടെ എൻ്റെ കെയും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് 2 എലമെൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, എ ഓഫ് ഐയും എ ഓഫ് ജെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ആരാണ് ചെറുത്? എ ഓഫ് ജെ ആണ് ചെറുത്. സോ വാട്ട് ഷുഡ് ബി ഡു? എ ഓഫ് ജെയിനെ നമ്മൾ അറയിലോട്ട് കയറ്റണം ആൻഡ് വി ഷുഡ് ഇൻക്രിമെൻറ്റ്. ജെ വിൽ ബി ഈക്വൽ ടു 1, അല്ല ജെ വിൽ ബി ഈക്വൽ ടു 2, അല്ലെങ്കിൽ വാട്ട്സ് എവർ ദ നെക്സ്റ്റ് 2 ആയിരിക്കും. കാരണം വെച്ചാൽ ഇത് 0 1 ആണല്ലോ. കെനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യും. കെയും ഇവിടെ കിടക്കും. അപ്പോൾ ജെ ഓൾറെഡി ക്രോസ് ചെയ്തു. പിന്നെ നമ്മൾ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? ജെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഈ ലൂപ്പിലോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണോ? അതെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണ്. അപ്പോൾ ഐ ഇപ്പോൾ മിഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഐനെ കൂടെ ഇങ്ങോട്ട് കയറ്റുവാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആ ന്യൂ അറേ. ഇനി അടുത്തത് നമുക്ക്, അപ്പം ഇതെൻ്റെ പുതിയ അറേയായി. നൗ ദിസ് ഇസ് മൈ, ഇവിടെയാണ് ഇനി അടുത്ത ഐ പോയിന്റ് ചെയ്യുന്നത്, ഇവിടെയാണ് ജെ പോയിന്റ് ചെയ്യുന്നത്. ഇനി എ ഓഫ് ഐയും എ ഓഫ് ജെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. സോ വി ആർ ഹാവിങ് ദിസ് ന്യൂ അറേ. അപ്പോൾ ഇവിടെ എൻ്റെ കെ ഉണ്ട്. എ ഓഫ് ഐയും എ ഓഫ് ജെയും തമ്മിൽ കമ്പയർ ചെയ്തു. എ ഓഫ് ഐ ഇസ് ലെസ്, ഐ വിൽ പ്ലേസ് ഇറ്റ് ഹിയർ. ഐ വിൽ ഇൻക്രിമെൻറ്റ് മൈ ഐ. ഇവിടെയാണ് എൻ്റെ ഐ വരുന്നത്. എൻ്റെ കെ ഇവിടെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെർജ് കഴിഞ്ഞു കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള മെർജ് കഴിഞ്ഞു. ഇനി ഇവരുടെ മെർജാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇത് കണ്ടോ, എല്ലാവർക്കും മെർജ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ എവിടെ മെർജ് സോർട്ട് ചെയ്യുന്ന അതിൻ്റെ കൂടുതൽ ഒരു മെർജും വരും. ഓക്കെ, 5 കഴിഞ്ഞു. ഇനി എ ഓഫ് ഐ എ ഓഫ് ജെ കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഐ ആണ് ലെസ്. അപ്പോൾ 15 ഞാൻ ഇവിടെ ഇട്ടു. എൻ്റെ ഐ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. ആൻഡ് ദെൻ മൈ കെ വിൽ ബി ഓൾസോ അറ്റ് ദ ന്യൂ പൊസിഷൻ. ഇനി അടുത്തത് നമ്മൾ താഴോട്ട് എടുക്കുമ്പോഴത്തേന് ജെ, ഇനി ബാക്കി എന്ത് എലമെൻ്റ് ഉണ്ടോ അത് നമ്മൾ കെയിൽ ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി 24. അപ്പോൾ നമ്മൾ ഇത്രയും സോർട്ട് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു മെർജ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു മെർജ് ഓപ്പറേഷൻ കഴിഞ്ഞ്, അപ്പം ഈ ഒരു ഡിവിഷൻ്റെ ഈ ഒരു അറേ ഞാൻ സോർട്ട് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ഇത്. ഓക്കെ, ദിസ് ഇസ് മൈ സോർട്ടഡ് അറേ ഇൻ ദിസ് സെക്ഷൻ, ഈ ഒരു സെക്ഷനിൽ.
ഇനി ഇവിടെ നമ്മൾക്കൊരു മേർജ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം ഞാനിവിടെ ഒരു പുതിയ അറേ എടുത്തു. ഓക്കെ, ഇവിടെ ദിസ് ഇസ് മൈ ഐ, ദിസ് ഇസ് മൈ ജെ, ഹിയർ ഇസ് മൈ കെ പോയിൻറ്റിങ്. ഐയും എ ഓഫ് ജെ ഞാൻ കമ്പയർ ചെയ്തു. 1 ഇസ് ലെസ്, അപ്പോൾ ഞാൻ 1 ചെയ്തു. കെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്താണ് പെൻഡിങ് ആയിട്ടുള്ളത് അത് ഞാൻ വെച്ച് ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്, 8. സോ ഈ ഒരു മേർജ് ഓപ്പറേഷനും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഒരു മേർജ് ഓപ്പറേഷൻ വരുന്നുണ്ട് അല്ലേ? ഒരു ഡിവിഷൻ്റെ കൂട്ടത്തിൽ ഒരു മേർജ് ഓപ്പറേഷൻ ഇവിടെയും വരുന്നുണ്ട്. ഈ ഒരു മേർജ് ഓപ്പറേഷനാണ് നമ്മൾ അടുത്ത പെർഫോം ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് അറേ. ദിസ് ഇസ് മൈ അറേ, first array where my I is the pointer. This is my second array where my J is the pointer. ഇവിടെ ഞാനൊരു പുതിയ അറേ എടുക്കുവാണ്. ഇനി ഇവരെ ഞാൻ സോർട്ട് ചെയ്യുവാണ്. എ ഓഫ് ഐ, എ ഓഫ് ജെ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുന്നു. എ ഓഫ് ജെ is smaller, so I am putting my 1 in here. പിന്നെ എ ഓഫ് ജെനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. കെനെ ഞാൻ ഇവിടെ കെനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എ ഓഫ് j compare ചെയ്യുന്നു. A of I is smaller. I am putting my A of I in here. I am incrementing my A of I and I am incrementing my K. Okay. ഇനി അടുത്തത് ഐയും ജെയും കൂടെ കമ്പയർ ചെയ്ത് ജെ ആണ് ലെസ്. സോ ഐ ആം ടേക്കിംഗ് മൈ ജെ. അത് കഴിഞ്ഞിട്ട് എന്താണ് 8 ഇവിടെ ഇട്ടു. ജെ ++ ആയി. അപ്പോൾ ജെ നമ്മുടെ ബൗണ്ടിൻ്റെ ഔട്ട്സൈഡായി. അപ്പോൾ ബൗണ്ടിൻ്റെ ഔട്ട്സൈഡ് ആകുമ്പോഴത്തേന് എന്താണ്? കെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഐയുടെ ബാക്കിയുള്ള, അപ്പോൾ ഈ ഒരു ജെയുടെ അറയിലെ എലമെൻറ്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫസ്റ്റ് അറയിൽ എന്താണുള്ളത് അത് ബാക്കി വെച്ച് ഫില്ല് ചെയ്യുക. കെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ഫൈനൽ അറേ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെയും, അപ്പം ഈ ഒരു മേർജും കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മേർജ് ഉണ്ട്. ഇതാണ് ഇനി നമുക്ക് പെൻഡിങ് ആയിട്ട് കിടപ്പുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മേർജ് ചെയ്യുവാണ്. Again, A of I is here, A of J is here. ഇവിടെ എൻ്റെ K ആണ്. കമ്പയർ ചെയ്യുക. A of I is less, then fill in my J. ഓക്കെ, അപ്പോൾ ഈ ഒരു മേർജ് കഴിഞ്ഞു. ഇവിടെ അടുത്തൊരു മേർജ് ഉണ്ട്. Again, I am merging. A of I 10 ആണ് ചെറുത് than 20. Again, I have to merge these two arrays into my new array with 4 elements. K is my pointer here. ഇവിടെ I ആണ് എൻ്റെ പോയിൻ്റർ, ഇവിടെ ജെ ആണ് എൻ്റെ പോയിൻ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു മേർജാണ് നമ്മളിപ്പോൾ എന്താണ്, ഈ ഒരു മേർജ് കഴിഞ്ഞു. ഈ ഒരു മേർജാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എ ഓഫ് ഐ ആണോ എ ഓഫ് ജെ ആണോ ലെസ്? എ ഓഫ് ഐ ആണ്. അപ്പോൾ നമ്മളെടുത്ത് എഴുതുക. കെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, കെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഐയും ജെയും, എ ഓഫ് ഐ എ ഓഫ് ജെ കമ്പയർ ചെയ്യുന്നു. ജെ ആണ് കുറവ്. ഇവിടെ 10 എഴുതുന്നു. ഇൻക്രിമെൻറ്റ് ജെ, ഇൻക്രിമെൻറ്റ് കെ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഐയും ജെയും കമ്പയർ ചെയ്യുന്നു. ഐ ഇസ് ലെസ്, 16 ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് കെ, ഇൻക്രിമെൻറ്റ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു. പുറത്തോട്ടാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. എക്സ്ട്രാ ആണ് വന്നത്. സോ വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഇൻ മൈ ജെ അറേ ഫിൽ ഇൻ ഹിയർ. നൗ വാട്ട് ഇസ് ലെഫ്റ്റ്? നമ്മളുടെ ഫൈനൽ മേർജാണ്. അപ്പോൾ ഈ ഒരു മേർജും കഴിഞ്ഞു. ഈ ഒരു മേർജ് കഴിഞ്ഞു. ഈ ഒരു മേർജാണ് നമ്മളിവിടെ പറഞ്ഞ മേർജ്, സെയിം തിങ്. അപ്പം ഈ ഒരു മേർജ് കഴിഞ്ഞു. ഈ ഒരു മേർജാണ് ഇനി ബാക്കിയുള്ളത്. ഈ 2 അറേ. ഓക്കെ, എൻ്റെ വലിയ അറേ ഞാൻ എടുക്കുവാണ്. ദിസ് ഇസ് മൈ, ഇവിടെയാണ് എൻ്റെ കേത്ത് പോയിൻ്റർ ഉള്ളത്. എൻ്റെ കേത്ത് പോയിൻ്റർ ഇവിടെയാണ് നിൽക്കുന്നത്. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇവിടെ എൻ്റെ ഐ ഉണ്ട്, ഇവിടെ എൻ്റെ ജെ ഉണ്ട്. ഇത് രണ്ടും അറേ എ ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് മൈ അറേ ബി. ഓക്കെ, ഫസ്റ്റ് വാട്ട് ആർ വി ഡൂയിങ്? വി ആർ കമ്പയറിങ് എ ഓഫ് ഐ with A of J, which is less. A of I is less. So write your A of I in here and increment I. Okay, ഐനെ നമ്മൾ നെക്സ്റ്റ് പോയിന്റിലോട്ട് ആക്കുവാണ് ചെയ്യുന്നത്. നമ്മളുടെ കെനെയും നമ്മൾ ഇവിടെ പോയിന്റ് ചെയ്യിപ്പിക്കുവാണ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഐ ആം കമ്പയറിങ് അഗെയിൻ എ ഓഫ് ഐയും എ ഓഫ് ജെയും ഞാൻ കമ്പയർ ചെയ്യണം. ജെ ഇസ് ലെസർ. അപ്പോൾ ഞാൻ ജെയിനെ ഇതിനകത്തോട്ട് കയറ്റി ഐ എം ഇൻക്രിമെൻറ്റിങ് മൈ കെ, ഐ എം ഇൻക്രിമെൻറ്റിങ് മൈ ജെ. കമ്പയർ അഗെയിൻ എ ഓഫ് ഐ എ ഓഫ് ജെ വെച്ചിട്ട് ഹൂ ഇസ് ലെസ്? എ ഓഫ് ഐ ഇസ് ലെസ്. പുട്ട് ഇറ്റ് ഇൻസൈഡ് ആൻഡ് ദെൻ ഇൻക്രിമെൻറ്റ് ഐ ആൻഡ് ദെൻ ഇൻക്രിമെൻറ്റ് കെ. ഓക്കെ, ഇനി അടുത്തത് അഗെയിൻ എ ഓഫ് ഐ എ ഓഫ് ജെ വിച്ച് ഇസ് ലെസ്. എ ഓഫ് ഐ ഇസ് ലെസ്. Put it here, increment k, increment I.
എ ഓഫ് ഐയിലും ഇത് എ ഓഫ് ഐ, ഇത് ഐത്താണ് അറേ വരുന്നത്, ഇത് ജെത്താണ് അറേ വരുന്നത്. ജെ പോയിന്റ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ്, ഐ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ്. ഓക്കെ, കമ്പയർ ചെയ്യുവാണ്. ജെ ആണ് കുറവ്, സോ ഇൻക്രിമെൻറ്റ് പുട്ട് ഇറ്റ് ഇൻസൈഡ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, ഇനി 16ഉം 15ഉം, 15ആണ് കുറവല്ലേ, 15 ഞാൻ ഇവിടെ ചെയ്തു, ഐ ഇൻക്രിമെൻ്റ് ചെയ്തു, കെ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്തു. ഇനി അടുത്തത് 16ഉം 24ഉം, 16ആണ് കുറവല്ലേ, അപ്പോൾ 16 ഞാൻ ഇട്ടു, ഇൻക്രിമെൻ്റ് ചെയ്തു, 20ലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത്, അപ്പോൾ എൻ്റെ ജെ ഇപ്പോൾ എവിടെ എത്തി, ജെ ഇപ്പോൾ ഇവിടെ എത്തി, എൻ്റെ ഐയും ഇപ്പോൾ ഇവിടെ എത്തി. 20, 24 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് 20 ആണ് കുറവ്. അപ്പം ജെ എൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്തു. ജെ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയായി, ജെ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇപ്പം 8ഓ 9ഓ 9ആയി, ജെ ഇപ്പോൾ 9ആയേ. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനിയിപ്പം നമ്മൾക്ക് ആ ഒരു ലൂപ്പിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആയിരിക്കാം, പക്ഷേ ജെ ഇസ് ഗ്രേറ്റർ ദാൻ ദി അപ്പർ ബൗണ്ട് ആണ്. അപ്പം നമ്മൾ എന്താണ് നോക്കുന്നത്, അപ്പം ജെ അറേ ഇനി നമ്മൾ ഈ അറേ കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇത് കംപ്ലീറ്റഡ് ആണ്. പിന്നെ അടുത്ത് ഈ ഐത്ത് അറേയിൽ നമ്മൾ നോക്കുവാണ് എലമെൻറ്റ്സ് എന്തെങ്കിലും ബാക്കിയുണ്ടോ, ഈ ഒരു എലമെൻറ്റ് ബാക്കിയുണ്ട്, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫില്ലിൻ ചെയ്ത് പോവാണ്. സോ ദിസ് ഇസ് അവർ ഫൈനൽ സോർട്ടഡ് അറേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മേർജ് സോർട്ട് ചെയ്യുന്നത്. വളരെ രസമാണ് മേർജ് സോർട്ട് നമ്മൾ എക്സാമിൽ എഴുതാനായിട്ട്, പക്ഷേ അൽഗോരിതം മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഈ ഒരു മേർജ് സോർട്ടിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 2tn/2 + n ആണ്. ഇവിടെ n/2 എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ n ലെങ്ത്തുള്ള അറേനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ n/2 എന്ന് പറഞ്ഞ് ഇടുന്നത്. പ്ലസ് n എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു മേർജ് ചെയ്യുന്നുണ്ടല്ലോ, ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അറേസിനെ കമ്പയർ ചെയ്ത് മേർജ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ അഡീഷണൽ ടൈമാണ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഇത് നമ്മൾ ഇത് റിക്കറൻസ് റിലേഷനാണ് കേട്ടോ, ഇത് റിക്കറൻസ് റിലേഷനാണ്. ആൻഡ് ഇത് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ O ഓഫ് n log n ആയിരിക്കും നമ്മൾ ടൈം കോംപ്ലക്സിറ്റി. യൂഷ്വലി മേർജ് സോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലാർജ് ഡേറ്റാ സെറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസും ടൈമും കൂടുതൽ വേണ്ടി വരും.